അസ്സലാമു അലൈക്കും. എല്ലാവർക്കും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ വിതറുന്നു. പുത്ലി കി തരഹി നസർ സേ മസ്തൂർ ഹേ തൂ, പുത്ലി കി തരഹി നസർ സേ മസ്തൂർ ഹേ തൂ, ആംഖേं जिसे ढूंढती है वो नूर है तू, पुतली की तरह नज़र से मस्तूर है तू, आंखें जिसे ढूंढती है वो नूर है तू, नज़दीक रग जान से उस पर बुर्द, अल्लाह अल्लाह किसी कदर दूर है तू, क्या फ़ायदा फ़िक्र बेशक हमसे होगा, हम क्या है जो कोई काम हमसे होगा, जो कुछ है जो कुछ के हो हुआ करम से तेरे, जो कुछ होगा तेरे करम से होगा. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ദിനരാത്രികൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ പരിശുദ്ധ റമളാൻ നമ്മളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈ റമളാൻ മാസം അഥവാ റംസാൻ മാസം, ഷഹ്ർ റമളാൻ. വളരെ പവിത്രതയുള്ള പരിശുദ്ധതയുള്ള ഒരു മാസമാണ്. മുസ്ലിമീങ്ങളും അല്ലാത്തവരും ബഹുമാനിക്കുന്നു. മുസ്ലിമീങ്ങളും നോമ്പ് നോൽക്കുന്നു. എത്രയോ അമുസ്ലിം സഹോദരങ്ങളും ഈ മാസത്തിൽ നോമ്പ് നോൽക്കാറുണ്ട്. പ്രത്യേകമായി സൽക്കാരം തന്നെ നടത്തുന്നു. ഇഫ്താർ എന്ന പേരിൽ അറിയപ്പെടുന്നു. നോമ്പ് തുറപ്പിക്കുന്നു. അത് മുസ്ലിം സമുദായവും തുറപ്പിക്കുന്നുണ്ട്, അല്ലാത്ത സമുദായവും തുറപ്പിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ എല്ലാവരും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു മാസകാലം. പക്ഷേ കൂടുതലൊന്നും ചിന്തിക്കാത്ത, കൃത്രിമമായ ചിന്തകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചില വ്യക്തികൾ, അവർ ഈ മാസത്തോട് എതിർപ്പാണ്. കാരണം കൂടുതൽ പഠിക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട്. നമുക്ക് എല്ലാം അറിയാം, നമുക്കൊന്നും പഠിക്കാനില്ല എന്നുള്ള ആ നാഢ്യം നമ്മൾ അറിവുള്ളവരാകുന്നതിനെ തടുത്തു നിർത്തുകയാണ് ചെയ്യുക. ഇംഗ്ലീഷിലൊരു പ്രോവർബ് ഞാൻ ഓർക്കുകയാണ്. Affectation of wisdom often prevents our becoming wise. Affectation of wisdom often prevents our becoming wise. പാണ്ഡിത്യമുണ്ടെന്നുള്ള നാഢ്യം നാം വിജ്ഞരാകുന്നതിനെ തടയുന്നു. നമുക്കൊക്കെ അറിയാം എന്ന് നാം വിചാരിക്കുകയാണെങ്കിൽ ഒന്നും അറിയില്ല, പിന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കെല്ലാം അറിയാമല്ലോ, പിന്നെന്തിനു പഠിക്കുന്നു? അപ്പോൾ പഠിക്കേണ്ടത് ആരിൽ നിന്നാണോ അവരിൽ നിന്ന് തന്നെ പഠിക്കണം. ഒരിക്കലും നാം ഒരു ശാസ്ത്രം, ഒരു സംഗതി പഠിക്കുമ്പോൾ അതിൻ്റെ ശത്രുക്കളിൽ നിന്ന് പഠിക്കരുത്. അപ്പോൾ ലോകത്ത് ഏതൊരു വിജ്ഞാനവും നമ്മൾ പഠിക്കണം. അത് അതിൻ്റേതായ അധ്യാപകന്മാരിൽ നിന്ന് പഠിക്കണം. സ്വന്തം വായിച്ചാൽ പറ്റില്ല. സ്വന്തം വായിച്ച് മനസ്സിലാക്കുന്ന എത്രയോ ഗ്രന്ഥങ്ങൾ ലോകത്തുണ്ട്. സ്വന്തം വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്തതുമുണ്ട്. ചിലത് പണ്ഡിതന്മാരിൽ നിന്ന്, അതിൻ്റെ പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ പഠിച്ചേ തീരും. ഉദാഹരണം ഡോക്ടർ ഭാഗം ആ വിഷയത്തിൽ എഴുതിയ കുറേ ഗ്രന്ഥങ്ങൾ, പ്രത്യേകിച്ച് മെഡിക്കലിനെ സംബന്ധിച്ച് ബേസിക്കായിട്ടൊന്നും പഠിക്കാത്ത ആളുകൾ പഠിച്ചാലൊന്നും മനസ്സിലാവില്ല. അത് ഡോക്ടർമാരിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കുക തന്നെ വേണം. അതുപോലെ ഏത് സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ചെങ്കിൽ മാത്രമേ അത് യഥാർത്ഥമാവുകയുള്ളൂ. നമുക്കറിയാം ലോകത്ത് രണ്ട് തരമുണ്ട്. ഒന്ന് യഥാർത്ഥമായിട്ടുള്ളത്, രണ്ടാമത്തത് കൃത്രിമമായിട്ടുള്ളത്.
യഥാർത്ഥമായതിലൊക്കെ എല്ലാ വിഷയങ്ങളിലും കൃത്രിമം വന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിലും കൃത്രിമം. ഞാൻ ഒരിക്കൽ യാത്രമധ്യേ ഒരു പ്രഗത്ഭനായ വൈദ്യനുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എല്ലാം കൃത്രിമമാണ്. മുമ്പൊക്കെ പള്ളവേദന അതുപോലത്തെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ ഈ കൈപ്പക്കയുടെ ഇലയൊക്കെ കഷായം വെച്ച് കുടിച്ചാൽ മാറും. ഇപ്പം പറ്റില്ല. കാരണം ഈ സസ്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കൃത്രിമ വളം ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൻ്റെ ഔഷധ വീര്യം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും കൃത്രിമം കടന്നുകൂടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു കൃത്രിമം വരുമ്പോൾ അത് മനുഷ്യ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും അത് വന്ന് കയറുക തന്നെ ചെയ്യും. അത് പഠന വിഷയത്തിലാവട്ടെ, ഏത് വിഷയത്തിലാവട്ടെ കൃത്രിമമാവും. നമുക്കറിയാം, ഇന്ന് ലോകത്ത് യഥാർത്ഥ പുഷ്പമുണ്ട്, കടലാസ് പുഷ്പമുണ്ട്. തേനീച്ചകൾ വന്നാൽ അവർക്കറിയാം ഏതാണ് യഥാർത്ഥ പുഷ്പം, ഏതാണ് കടലാസ് പുഷ്പം. അതുപോലെ ഏതൊരു വിഷയം തന്നെ അറിയുന്നവർക്കറിയാം ഏതാണ് സത്യം, ഏതാണ് അസത്യം. മറ്റത് ദൂരെ നിന്ന് കണ്ട് അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിച്ച് ചില മതഗ്രന്ഥങ്ങൾ പഠിക്കുകയും എന്നിട്ട് സ്വന്തം മനസ്സിനെ അതിൻ്റെ അധ്യാപകനാക്കി മാറ്റുകയും അവരുടെ തടിയിച്ചനുസരിച്ച് രൂപം നൽകുകയും ചെയ്യുകയാണ്. അപ്പോൾ അവർ യഥാർത്ഥ പാണ്ഡിത്യത്തിൽ നിന്ന് വളരെ പുറകോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഈ മാസം എന്ന് പറഞ്ഞ റമദാൻ മാസം, പരിശുദ്ധമായ റമദാൻ മാസം, എന്തിനാണ് പടച്ചവൻ അത് നമുക്ക് നൽകിയത്? പടച്ചവൻ എല്ലാം നമ്മൾക്ക് നൽകിയത് നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ആരോഗ്യമുള്ള ഒരു മനുഷ്യരെയാണ്, ആരോഗ്യമുള്ള മനുഷ്യരെയാണ് പടച്ചവൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് നല്ല ആരോഗ്യം ഉണ്ടാവണം. അപ്പം 10-11 മാസം നാം പല രൂപത്തിലായിട്ട് ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു നിയന്ത്രണമില്ല. ഒരു തരം അൺകൺട്രോൾഡ് ആയിട്ടുള്ള, ഒരു കൺട്രോൾ ഇല്ലാതെ, വിത്തൗട്ട് കൺട്രോൾ എന്ന് പറയാം, ഒരു കൺട്രോൾ ഇല്ലാത്ത ഭക്ഷണ രീതികൾ. എപ്പോൾ കഴിക്കുക എന്ന് കണക്കൊന്നുമില്ല, തോന്നുമ്പോഴൊക്കെ കഴിക്കുക. എന്ത് കുടിക്കാം അതിനും കണക്കില്ല, കാണുന്നതെല്ലാം കുടിക്കുക. കുടിച്ച് ചിലപ്പോൾ ലഹരിയായിരിക്കും. അപ്പോൾ ശരീരത്തിൽ കൃത്രിമമായ നമ്മളുടെ യഥാർത്ഥമായ സ്വഭാവം നീങ്ങിയിട്ട് കൃത്രിമമായ ഒരു സ്വഭാവം വരും. ദയയെല്ലാം നമ്മളിൽ നിന്ന് പോകും. റെസ്പെക്ഷൻ, മറ്റുള്ളവരോടുള്ള ബഹുമാനം, അതും നമ്മളിൽ നിന്ന് പോകും. വേണമെങ്കിൽ ആരെയും ആക്രമിക്കാനും കൊല്ലാനും തയ്യാറാകും. അപ്പോൾ ഇങ്ങനെ കൃത്രിമമായി വരുമ്പോൾ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നല്ലതായിരിക്കണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കുലൂ വശ്റബൂ മിമ്മാ ഹനീഅൻ തയ്യിബ, നിങ്ങൾ നല്ല ഭക്ഷണം, നല്ല പോഷകാംശമുള്ള ഭക്ഷണം കഴിക്കുക. അത് തന്നെ ഹലാലായിട്ടുള്ള ഭക്ഷണം, മറ്റുള്ളവരുടെ പിടിച്ചു പറിച്ച ഭക്ഷണം കഴിക്കരുത്. അതാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ ആളുകളിൽ നിന്ന് പിടിച്ചു പറിച്ചൊന്നും ഉണ്ടാക്കാത്ത നല്ല ശരിയായ മാർഗത്തിൽ ഉള്ള പൈസ കൊണ്ട് വാങ്ങിയതായ ഭക്ഷണങ്ങളൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ശരീരം അത് കാണിക്കുക. കൃത്രിമ ഭക്ഷണം കഴിച്ചാൽ പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാകും. അതുപോലെ യഥാർത്ഥമായ ഗ്രന്ഥങ്ങൾ പഠിച്ചാൽ ആ യഥാർത്ഥ ഗ്രന്ഥത്തിൻ്റെ ഫലം നമ്മുടെ ശരീരത്തിലും നമ്മുടെ പ്രവർത്തനത്തിലുമൊക്കെ ഉണ്ടാകും. കൃത്രിമമായ രൂപത്തിലാണ് നമ്മൾ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതെങ്കിൽ, ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ച് കൃത്രിമമായ നിലയിലാണ് പഠിക്കുന്നതെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അപ്പോൾ യഥാർത്ഥ രൂപം അറിയണമെങ്കിൽ യഥാർത്ഥ രൂപത്തിലെ ഗ്രന്ഥങ്ങൾ യഥാർത്ഥ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കുക തന്നെ ചെയ്യണം. അങ്ങനെ പഠിച്ചാൽ, ഇപ്പം ഞാൻ കുറച്ച് ദിവസം ഇത് നിർത്തിയപ്പോൾ പലവരും വിളിച്ച് ചോദിച്ചു, എന്താ ഏതെങ്കിലും ഒന്ന് ഇടി, നിങ്ങൾ ഒരു വീഡിയോ എന്താ ഇടാത്തത്? കാരണം കുട്ടികൾക്ക് എക്സാമൊക്കെ അടുത്ത സമയത്തായതുകൊണ്ട് എപ്പോഴും ക്ലാസ്സിൽ മറ്റും ഹാജരായി ക്ലാസ് എടുക്കണമല്ലോ, അതുകൊണ്ട് സമയം കിട്ടാതിരുന്നതാണ്. അപ്പം ജനങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ വീഡിയോ ഇടുകയും നമ്മളെ കൊണ്ട് സഹായം ചെയ്യുകയും ചെയ്യണമല്ലോ. എങ്ങനെയാണോ ജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പെരുമാറേണ്ടത് അതുപോലെ അങ്ങോട്ട് പെരുമാറണമെന്നാണ്. നമ്മൾ ജനങ്ങളൊക്കെ നല്ല നിലയ്ക്ക് നമ്മളോട് സഹവസിക്കണം എന്നാഗ്രഹിക്കുമ്പോൾ നമ്മൾ അവരോട് അങ്ങനെ സഹവസിക്കണം. അതല്ല ഡു അൺടു അതർ യെസ് യു വുഡ് ഹാവ് ദം ഡു അൺടു യു. ഡു അൺടു അതേഴ്സ് യെസ് യു വുഡ് ഹാവ് ദം ഡു അൺടു യു. അന്യർ നിന്നോട് ഏത് വിധം വർത്തിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവോ അவ்விധം അവരോട് വർത്തിക്കുക എന്നാണ്. അപ്പം ജനങ്ങൾക്ക് സന്തോഷമുണ്ട്,
നല്ല നല്ല സംഗതികൾ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും എന്ന് മനസ്സിലാകുമ്പോൾ നമ്മളും അതിനനുസരിച്ച് പ്രവർത്തിക്കണം. അള്ളാഹു നമ്മൾക്ക് അതിനുള്ളതായ തൗഫീക്ക് ചെയ്തു തരുമാറാകട്ടെ. അപ്പം സഹോദരങ്ങളെ, ഇപ്പം നോമ്പാണല്ലോ. അപ്പോൾ അള്ളാഹു തആല ആഗ്രഹിക്കുന്നത് ആരോഗ്യമുള്ള ഒരു വിഭാഗം മനുഷ്യരെയാണ്. മനുഷ്യന്മാരെല്ലാം ആരോഗ്യമുള്ളവരായിരിക്കണം. അതിനെന്ത് വേണം? ഒരു 10-11 മാസം കണ്ടമാനം ഭക്ഷണം കഴിച്ച ആ ഒരു രീതിക്ക് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് നോമ്പ് നോൽക്കുക. അപ്പം ഭക്ഷണത്തിൽ അവിടെ ഒരു ക്രമപ്പെടുത്തൽ വന്നു. അതുപോലെ തന്നെ നല്ല എക്സർസൈസ് ഉണ്ടാവണം, വ്യായാമം. അതിനൊരു 20 റക്അത്തൊക്കെ തറാവിയാണ് നിസ്കരിക്കുമ്പോൾ കുറേ പ്രാവശ്യം നേരുകയും സുജൂദ് ചെയ്യുകയും എണീക്കുകയും നേരുകയും റുക്കൂ ചെയ്യും, വളയുകയും നേരുകയും നിൽക്കുകയും എണീക്കുകയും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ശരീരത്തിന് നല്ലൊരു എക്സർസൈസാണ്. അതോടുകൂടി ഭക്ഷണത്തിൻ്റെ ക്രമം ഇതുവരെ 10-11 മാസം കഴിച്ചതുപോലെയല്ല. പകൽ ഒരു വസ്തുവും കഴിക്കാതിരിക്കുന്നു. സുബഹി ബാങ്കിൻ്റെ ശേഷം മഗ്‌രിബ് ബാങ്ക് വരെ ഒരു ഭക്ഷണവും കഴിക്കാതിരിക്കുന്നത്. ഇങ്ങനെയുള്ളൊരു കൃത്രിമം, ഒരു പ്രത്യേക തരത്തിലുള്ളതായ ഭക്ഷണ രീതി ഒരു മാസം കഴിക്കുമ്പോഴത്തിന് നമ്മളുടെ ശരീരം ആകെ നല്ല പുഷ്ടി ഉണ്ടാവും. ഇതിന് പല ശാസ്ത്രജ്ഞന്മാരും പല പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട്. ഒരിക്കൽ സയൻറ്റിസ്റ്റുകൾ ചില എലികളെ കൊണ്ടുവന്നിട്ട് ചിലതിന് എല്ലാ ഡെയിലി ഭക്ഷണം കൊടുത്തു, എല്ലാ ദിവസവും ഭക്ഷണം കൊടുത്തു. ചില എലികൾക്ക് 1.5 ദിവസം, ഒരു ദിവസം, പിന്നെ അടുത്ത ദിവസം കൊടുത്തില്ല, അടുത്ത ദിവസം, അങ്ങനെ ഓരോ ദിവസം ഇടവിട്ടുകൊണ്ട് ഭക്ഷണം കൊടുത്തു എന്നാണ്. അങ്ങനെ കൊടുത്തപ്പോൾ ഓരോ ദിവസം ഇടവിട്ടുകൊണ്ട് ഭക്ഷണം കൊടുത്ത ആ എലികളെയാണ് കൂടുതൽ ആരോഗ്യവാന്മാരായി കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെ എലികളിലും പലതിലും പരീക്ഷണം നടത്തി ശാസ്ത്രജ്ഞന്മാർ സത്യമായി മനസ്സിലാക്കിയ ഒന്നാണ് ഈ വ്രത സമ്പ്രദായം. എല്ലാ വിഭാഗത്തിലുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഴയ കാലഘട്ടത്തിൽ തന്നെ മനുഷ്യരെ സമുദ്ധരിക്കാൻ വേണ്ടി, ആരോഗ്യമുള്ള മനുഷ്യരാക്കി തീർക്കാൻ വേണ്ടിയിട്ട് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അങ്ങനെ നിർബന്ധമാക്കിയപ്പോൾ ജനങ്ങൾ അവിടെയും കൃത്രിമം ചെയ്തു. പഴയകാലത്ത് ജൂതന്മാർ അതുപോലെ തന്നെ നസാറാക്കളൊക്കെ മാറ്റി എന്നാണ് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. അവർ പറഞ്ഞു, ചിലപ്പോൾ ഈ റമദാൻ മാസം വരുന്നത് ഭയങ്കര ചൂട് കാലത്താണ്, ഉഷ്ണകാലത്താണ്, ചിലപ്പോൾ തണുപ്പ് കാലത്താണ്. ഇങ്ങനെ ഉഷ്ണകാലത്തിൽ വരുന്ന സന്ദർഭത്തിൽ വലിയ വിഷമമുണ്ട് നോമ്പെടുക്കാൻ. അതിന് നമ്മൾക്ക് എന്ത് ചെയ്യുക? ആ റമദാൻ എപ്പോഴാണോ ഉഷ്ണകാലത്ത് വരുന്നത് അപ്പോൾ വേണ്ട, എന്നിട്ടത് നല്ല വസന്തകാലത്തേക്കോ മറ്റോ നമ്മളത് ചേഞ്ച് ചെയ്യാം. പടച്ചവന് ദേഷ്യം പിടിക്കേണ്ട. അതിനെന്ത് ചെയ്യുക? നമുക്ക് 10 ദിവസം ആദ്യവും 10 ദിവസം ശേഷവും, അഥവാ 30ൻ്റെ കൂടെ ഒരു 20 കൂട്ടി 50 നോമ്പാക്കുക. എന്താ അഭിപ്രായ വ്യത്യാസമായിരിക്കുമല്ലോ? ആർക്കും അഭിപ്രായം, ഞാൻ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പടച്ചവൻ ആദ്യകാലത്തെ നോൽക്കാൻ വേണ്ടി 30 ദിവസം നോമ്പ് നോൽക്കാൻ പറഞ്ഞത് ചില പണ്ഡിതന്മാർ പഴയ കാലത്ത് മാറ്റം വരുത്തി, എന്നിട്ട് 50 നോമ്പാക്കി. ചിലവർ പറഞ്ഞു വേണ്ട, അതിനേക്കാളും വേണമെങ്കിൽ വർദ്ധിപ്പിക്കാം. അപ്പം അത് പാടില്ല. അതിൻ്റെ യഥാർത്ഥ ടൈം ആ റമദാൻ, അത് ചൂട് കാലത്ത് വരട്ടെ, തണുപ്പ് കാലത്ത് വരട്ടെ, ഏതൊരു സീസണിലാവട്ടെ, അള്ളാഹു അഥവാ ഈശ്വരൻ അഥവാ ദൈവം അഥവാ ബ്രഹ്മാവ് എന്ത് തന്നെ വിളിച്ചാൽ തിരക്കില്ല, നമ്മളുടെ സൃഷ്ടികർത്താവ് എപ്പോഴാണോ ഏത് മാസത്തിലാണോ ആ നോമ്പ് നോൽക്കാൻ പറഞ്ഞത് ആ മാസത്തിൽ തന്നെ അത് നോൽക്കുക തന്നെ ചെയ്യണം. അങ്ങനെ ഭക്ഷണത്തിൻ്റെ ക്രമത്തിൽ വ്യത്യാസപ്പെടുത്തി, അതുപോലെ തന്നെ ദീർഘമായി കുറേ ടൈം വ്യായാമം, പ്രത്യേകമായ നിസ്കാരമൊക്കെ നിർവഹിക്കുന്നു. അതോടുകൂടി തന്നെ സർവ്വലോക രക്ഷിതാവിനോട് നമ്മുടെ പാപങ്ങളെല്ലാം തന്നെ പുറത്തു തരാൻ വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെയാകുമ്പോൾ അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു തആല സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അതാണ് ഒരു കവി പറഞ്ഞത്, മൻ കാന യഷ്കൂ അൽമദാഇദുനൂബിഹി ഫല്ലൈതി ഫീ റമളാന ബാബ തബീബിഹി. എന്ത് പറഞ്ഞു? മൻ കാന യഷ്കൂ അൽമദാഇദുനൂബിഹി ഫല്ലൈതി ഫീ റമളാന ബാബ തബീബിഹി ഫയഫൂസു മൻ ഉരിഫ الصيام بطيبه أوليس قال الله في ترغيبه الصوم لي وأنا الذي يجزي به من كان يشكو عظم داء ذنوبه
فليت في رمضان باب طبيبه فيفوز من عرف صيام بطيبه أوليس قال الله في ترغيبه الصوم لي وأنا الذي يجزي به. ഷോർട്ടായിട്ട് അത് എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? കവി പറയുന്നത്, ആരെങ്കിലും എനിക്ക് വളരെയധികം കുറ്റങ്ങൾ എന്നിൽ വന്നു പോയിട്ടുണ്ട്, തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്, അങ്ങനെ ഒരു രോഗിയായി ഞാൻ മാറിയിട്ടുണ്ട് എന്നാർക്കെങ്കിലും വേവലാതി ഉണ്ടെങ്കിൽ റമളാൻ എന്ന ഡോക്ടറെ സമീപിച്ചു കൊള്ളുക. ആ റമളാൻ എന്ന ഡോക്ടർ രോഗം മുഴുവൻ മാറ്റിത്തരും. വല്ലവർക്കും ദോഷമുണ്ടെങ്കിൽ, വല്ലവരും പാപം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ശാരീരികമായ അസുഖങ്ങളുണ്ടെങ്കിൽ, ഇതൊക്കെ റമളാനോടുകൂടി ആ അസുഖത്തിനൊക്കെ നിങ്ങൾക്ക് ഭേദമാകുന്നതാണ് എന്നാണ് മഹാനായ കവി പറയുന്നത്. ഒക്കെ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമ്മൾ ആരോഗ്യവാന്മാരായ വ്യക്തിയാവാൻ വേണ്ടിയിട്ട് ചെയ്തതായ പ്രവൃത്തി നമ്മളെ ഇടങ്ങാറാക്കാനല്ല. അതല്ലേ മുൻകാലം മരീലൻ അവല സഫിരി എന്ന് പറഞ്ഞല്ലോ. എല്ലാവർക്കും യാത്രയിലോ അല്ലെങ്കിൽ രോഗമുണ്ടെങ്കിൽ നോമ്പ് നോൽക്കണ്ട, അത് പിന്നൊരു സന്ദർഭത്തിൽ നോറ്റ് വീട്ടിക്കൊള്ളട്ടെ എന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു താല യുരീദുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്രാന്ന്. അള്ളാഹു നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ല ആഗ്രഹിക്കുന്നത്, എളുപ്പത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിയമവും തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. എല്ലാം മനുഷ്യരുടെ ഗുണത്തിന് വേണ്ടിയാണ്, മനുഷ്യരുടെ ഗുണത്തിന്. അത് പെട്ടെന്ന് മനസ്സിലാവില്ല. മതത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ശരിയായ രൂപത്തിൽ അതിൻ്റെ പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കുക തന്നെ ചെയ്യും. അല്ലാതെ ഖുർആൻ്റെയോ ഹദീസിൻ്റെയോ പരിഭാഷ നോക്കിയാൽ അതൊരു വസ്തു മനസ്സിലാവില്ല. കാരണം അറബി ഭാഷ പഠിക്കുകയും അറബി ഭാഷയിലൂടെ തന്നെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ പരിഭാഷ വായിച്ചാൽ മനസ്സിലാവില്ല. ഏതൊരു ഭാഷയിലും അതിൻ്റെ ചില സ്ട്രക്ചറുകൾ, അതിൻ്റെ പല പ്രയോഗങ്ങൾ, അതിലൊക്കെ ആ ഭാഷയിലൂടെ തന്നെ പറയണം. കണ്ടില്ലേ? പുട്ട് ഔട്ട് ദ ഫയർ ബിഫോർ ഇറ്റ് സ്പ്രെഡ്സ്. പുട്ട് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വെക്കുക എന്നല്ല, തീക്കെടുക്കുക എന്നവിടെ അർത്ഥം. ഇംഗ്ലീഷിൽ കണ്ടില്ലേ? പുട്ട് ഔട്ട് ദ ഫയർ ബിഫോർ ഇറ്റ് സ്പ്രെഡ്സ്. തീ ആളി കത്തുന്നതിൻ്റെ മുമ്പ് എടുക്കുക എന്ന് പറയില്ലേ? അപ്പോൾ ഒരു പ്രിപ്പോഷൻ്റെ സന്ദർഭത്തിലും അല്ലാത്ത സന്ദർഭത്തിലും പ്രയോഗങ്ങളിലും ആ ഭാഷയിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കും. ആദംസ് എയിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ ആദമിൻ്റെ മധ്യം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ പ്യുവർ വാട്ടർ, ശുദ്ധമായ വെള്ളം എന്നർത്ഥം. മനസ്സിലായി? ഇങ്ങനെ എത്ര പ്രയോഗങ്ങൾ, അത് ഈഡിയംസുകൾ എന്തെല്ലാം ഉണ്ട്. അതുപോലെ ഭാഷയുടെ കൂട്ടത്തിൽ വളരെ വിശാലമായ ഭാഷയാണ് അറബി ഭാഷ. ആ അറബി ഭാഷയെയാണ് അള്ളാഹു താല ഖുർആനിനെ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തത് ആ അറബി ഭാഷയാണ്. അപ്പോൾ ആ അറബി ഭാഷയിലൂടെ തന്നെ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും ശരിയായ അർത്ഥം അറിയുള്ളൂ. അല്ലെങ്കിൽ ജനറലായിട്ട് ഒന്ന് വായിച്ചിട്ട് ഒരു ജനറൽ അർത്ഥം തിരിയും, അതിനെ വേഗം എതിർക്കാനും കഴിയും. കാരണം ഒരു ഭാഷ അത് മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ആരാണോ പരിഭാഷപ്പെടുത്തുന്നത് അവൻ്റെ ചിന്താഗതികൾ അതിൽ കടന്നുകൂടും. മാത്രമല്ല ഓരോ വേർഡിനും അനുയോജ്യമായ വേർഡ് കിട്ടില്ല. അപ്പോൾ ഒരു സുമാറ് ചില വേർഡുകൾ ഉപയോഗിക്കും. അപ്പോൾ ചെറിയൊരു ഷോർട്ട് അർത്ഥം കിട്ടും. അപ്പോൾ ഖുർആനിൻ്റെ അമാനുഷികത്വം, അതിൻ്റെ അത്ഭുതം, ഇറ്റ്സ് എ വണ്ടർഫുൾ എന്നൊക്കെ പറയുന്നത്, അത്ഭുതകരം തന്നെ എന്നൊക്കെ ഖുർആനെ പറ്റി യൂറോപ്യന്മാർ പലവരും വർണ്ണിച്ചില്ലേ. അതൊക്കെ അറബിയിലൂടെ പഠിച്ചിട്ടാണ് വർണ്ണിച്ചത്, അല്ലാതെ മലയാള പരിഭാഷയോ ഇംഗ്ലീഷ് പരിഭാഷയോ അങ്ങനെയുള്ള പരിഭാഷകൾ നോക്കിയിട്ടല്ല. അപ്പം ഒരു ഭാഷയിലെ ഈ ഗ്രന്ഥം ആ ഭാഷയിലൂടെ തന്നെ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ യഥാർത്ഥം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ എൻ്റെ പല വീഡിയോയിലും അത് പ്രത്യേകം ഊന്നി പറഞ്ഞിട്ടുണ്ട്. അതിന് ധാരാളം ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് കാരണം അറബി പഠിച്ചെങ്കിൽ മാത്രമേ ഖുർആൻ്റെ യഥാർത്ഥ രൂപം തിരിയുള്ളൂ. അറബി മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ സാഹിത്യത്തിൻ്റെ രൂപങ്ങളെല്ലാം പഠിക്കണം. അതല്ലേ മുമ്പ് ഒരു സാഹിത്യകാരൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അയൽ ഫാ എന്ന് ചോദിച്ചു. അൽ ഫാവ് ഫായിൽ ഫൈഫായിൽ എഫി അൽ ഫായിദ ഫാ അൽ ഫാവ് എഫിയോ എന്ന് പറഞ്ഞു. അയിനൽ ഫാ എന്ന് പറഞ്ഞാൽ ഫാ എൻ്റെ പിതാവ് എടുപ്പോയി എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫാ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ ഉടനെ മകൾ പറഞ്ഞു, ആ കവിയുടെ സാഹിത്യകാരൻ്റെ മകൾ പറഞ്ഞു, അൽ ഫാവ് ഫായിൽ എൽ ഫൈഫായി എന്ന് പറഞ്ഞാൽ അൽ ഫാവു പിതാവ് ഫായിൽ എൽ ഫൈഫായി, ഫൈഫ കാട്ടിലേക്ക് പോയി എന്ന്. ആ വീടിന് ഫാ എന്ന് പറഞ്ഞാൽ പോയി എന്ന് അർത്ഥമുണ്ട്. അൽഫാവ് ഫായിൽ ഫൈഫായി കാട്ടിലേക്ക് പോയി. ലിയഫിയൽ ഫാ എന്ന് വേട്ടമൃഗത്തെ വേട്ടയാടാൻ. ഇതാ ഫാൽ ഫാ എഫിയോ, അങ്ങനെ വേട്ടമൃഗത്തെ വേട്ടയാടിക്കഴിഞ്ഞാൽ ഹി വിൽ റിട്ടേൺ, ഈ എഫിയോ എർജിയോ മടങ്ങി വരുമെന്നർത്ഥം. അപ്പോൾ ഒരു വേർഡിന് പലതരത്തിലുള്ള അർത്ഥങ്ങളുണ്ട്.
അതാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അപ്പോൾ അതിന് അൽഫാ എന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ അൽഫാവ് ഫായിൽ അൽഫൈ ഫായിൽ യഫി അൽഫാ ഇദാ ഫാ അൽഫാ യഫി. അങ്ങനെ എത്ര വേഡ് എത്രയെല്ലാം പ്രയോഗങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള പ്രയോഗങ്ങളുള്ള പരിശുദ്ധ ഖുർആനെയാണ് അല്ലാഹു തആല പരിശുദ്ധ ഇങ്ങനെയുള്ള വളരെ വിശാലമായ ഭാഷയായ അറബിയെയാണ് പരിശുദ്ധ ഖുർആൻ ഇറക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സെലക്ട് ചെയ്തിട്ടുള്ളത്, തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ രൂപം അറിയണമെങ്കിൽ അറബി ഭാഷ പഠിച്ചേ തീരൂ. അല്ലാതെ ഖുർആൻ്റെ അർത്ഥവും മനസ്സിലാവില്ല, ഹദീസിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാവില്ല. നമ്മൾ വിചാരിക്കുന്നൊന്നും ആയിരിക്കില്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ സാധാരണഗതിയിൽ ഒരു പുസ്തകം വായിക്കും പോലെ വായിച്ചാൽ എത്ര എളുപ്പത്തിൽ ഖുർആനെ എതിർക്കാൻ കഴിയും. അതല്ല അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബിഹി കെസിറ ബിഹി കെസിറ. ഖുർആൻ കൊണ്ട് എത്രയോ ആളുകൾ നല്ല മനുഷ്യന്മാരാകും, എത്രയോ ആളുകൾ പിഴച്ചു പോവുകയും ചെയ്യും. ഖുർആൻ്റെ കാരണത്താൽ പിഴച്ചു പോകുന്നു. അതിവരെ കൊണ്ടല്ലാതെ മറ്റാരെ പറ്റിയാണ്. അപ്പോൾ ഖുർആനും ഹദീസും ആ ഭാഷ നന്നായിട്ട് പഠിച്ചിട്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതമാകും. ചില പ്രയോഗങ്ങൾ കാണാം. അവിടെ എന്തുകൊണ്ടാണ് ഫാ ഉപയോഗിച്ചത്, അവിടെ എന്തുകൊണ്ട് സുമ്മ എന്ന് പറയുന്ന പദം ഉപയോഗിച്ചില്ല. ഫാക്കും പിന്നെയും അർത്ഥമുണ്ട്, അപ്പോൾ അർത്ഥമുണ്ട്, ഉടനെ തന്നെ അർത്ഥമുണ്ട്. സുമ്മ എന്ന് പറഞ്ഞാൽ പിന്നെയെന്നുണ്ട്, അത് എത്ര പിന്നെ എപ്പോഴാണ് എന്നൊക്കെ ഉള്ള ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണ് ഖുർആനിലെ ഓരോ സൂക്തവും ഓരോ വാക്കും ഓരോ വാക്യവും ഓരോ കൽപ്പനയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദീകരണം ധാരാളം പഠിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. അതല്ല അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫാത്തിഹയുടെ അർത്ഥം ഞാൻ എഴുതുകയാണെങ്കിൽ ആ എഴുതിയ ഗ്രന്ഥങ്ങൾ 70 ഒട്ടകം ചുമന്നാലും തീരില്ല എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. അത്രയ്ക്കും വിശാലമാണ്. ولو كان البحر مدادا لكلمات ربي لنفد البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا. സൂറത്തുൽ കഹ്ഫിൻ്റെ ലാസ്റ്റിൽ ഖുർആനിൻ്റെ അത്ഭുതത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഖുൽ കാന അൽ ബഹ്റു മിദാദൻ ലികലിമാത്തി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ വചനങ്ങൾ എഴുതുവാൻ കടലിലുള്ള വെള്ളം മുഴുവൻ മഷിയാക്കി എഴുതുകയാണെങ്കിൽ നഫിദൽ ബഹ്റു ഖബ്ല അൻ തൻഫദ കലിമാത്തു റബ്ബി, കടലിലെ വെള്ളം പറ്റിപ്പോവുക എന്നല്ലാതെ ആ വ്യാഖ്യാനം തീരുകയില്ല. വലൗ ജിനാ ബിമിസ്ലിഹി മദദാ, അത്രയും കടലിലുള്ള വെള്ളം കൊണ്ടുവന്ന് മഷിയാക്കി ഇതാരും തീരില്ല. വിശാലമാണ് ഓരോ അക്ഷരം. അവിടെ എന്തുകൊണ്ട് അലിഫ് ഉപയോഗിച്ചു, അവിടെ ചോദ്യത്തിന് എന്തുകൊണ്ട് അലിഫ് ഉപയോഗിച്ചു, ഇവിടെ ചോദ്യത്തിന് എന്തുകൊണ്ട് ഹല്ല് ഉപയോഗിച്ചു എന്നൊക്കെ ഉള്ളത് ധാരാളം പഠിക്കണം. നേരെ മറിച്ച് ഒരു ട്രാൻസ്ലേറ്റർ ഒന്ന് അങ്ങ് നോക്കിയിട്ട് ഒരു ജനറലായിട്ട് അതിൻ്റെ അർത്ഥം പറയുമ്പോൾ മാത്രം, അതുകൊണ്ട് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ശരിക്ക് അപ്പം നല്ല എളുപ്പത്തിൽ സാധാരണ ഒരു ലൈബ്രറിയിൽ പോയി ഏതെങ്കിലും ഒരു പുസ്തകം എടുത്താൽ എങ്ങനെ ഉണ്ടായിരിക്കും, എത്ര വേഗം നമുക്കതിനെ ഡിസിഷൻ ചെയ്യാൻ കഴിയും. അതേ രൂപത്തിലും അതിനേക്കാൾ അപ്പുറം ഖുർആൻ കൊണ്ട് എത്ര ആവർത്തന വിരസത, ഇന്നല്ലദീനാമനു അമിലു സാഹിബ്, വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് എത്ര പ്രാവശ്യമാണ് പറയുന്നതായിരിക്കും. എന്നാൽ അതുപോലെ തന്നെ യാ കൗമ മൂസ, യാ കൗമ ഈസ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പിന്നെ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കും. എന്തുകൊണ്ട് അവിടെ അങ്ങനെ ഉപയോഗിച്ചു, എന്തുകൊണ്ട് ഇവിടെ അങ്ങനെ ഉപയോഗിച്ചു, അത് മാത്തമാറ്റിക്കൽ സിസ്റ്റം പ്രകാരം വെക്കാൻ വേണ്ടിയാണെന്ന് മാത്തമാറ്റിക്സും കണക്കും അതുപോലെ തന്നെ അറബി സാഹിത്യവും ഒരു പിന്നെ താരതമ്യ പഠനം നടത്തിയാൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ്. അതിന് ഖുർആനുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ നോക്കണം. അതൊക്കെ അറബിയിലൂടെ തന്നെ നോക്കണം, എങ്കിൽ മാത്രമേ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. അപ്പം സർവ്വലോക രക്ഷിതാവായ അള്ളാഹു എന്ന് പറയുമ്പോൾ തന്നെ पुतली की तरह नज़र से मस्तूर है तू, आगे जिसे ढूंढती है वो नूर है तू, पुतली की तरह नज़र से मस्तूर है तू. അള്ളാഹുവേ, നീ കണ്ണിലെ കൃഷ്ണമണി പോലെ നീ മറഞ്ഞിരിക്കുകയാണ്. കണ്ണുകൊണ്ടാണ് നമ്മൾ ലോകം മുഴുവൻ കാണുന്നത്. പക്ഷേ അങ്ങനത്തെ നമ്മളുടെ കണ്ണ് നമുക്ക് കാണാൻ കഴിയില്ല. കണ്ണാടി വീഴ്ച കാണാം, അല്ലാതെ ലോകം മുഴുവൻ കാണുന്നതായ ആ നമ്മുടെ ഓരോരാൾക്കുമുള്ള കണ്ണിനെ നമ്മൾക്ക് സ്വന്തം കാണാൻ കഴിയുമോ? കണ്ണിനെ കാണാൻ കഴിയില്ല. മനസ്സിലായോ? കണ്ണിലെ കൃഷ്ണമണി നമുക്ക് കാണാൻ കഴിയില്ല. പടച്ചോൻ നീ വളരെ അടുത്താണ്, കണ്ണാടി നരമ്പിനേക്കാളും അടുത്താണ്. പക്ഷേ നീ വളരെ ദൂരത്ത്, നീ അടുത്താണ്. क्या फ़ायदा फ़िक्र बेशक हमसे होगा, हम क्या है, क्या फ़ायदा फ़िक्र बेशक हमसे होगा. ഇങ്ങനെ നമ്മൾ കുറേ ചിന്തിക്കും. ഇനി ചിന്ത കുറേ കുറഞ്ഞതുകൊണ്ട് എന്താ, ഹം ക്യാ ഹേ, നമ്മൾ ആരാണ്, നമ്മൾ എന്താണ്. ജോ കോയി കാം ഹംസെ ഹോക, നമ്മളിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്നത്? ഒരു പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാകുന്നില്ല.
ജോ കുച്ചിക്ക് ഹുവാ കരം സേ തേരെ, പടച്ചവനെ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടെങ്കിൽ നിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം. ജോ കുച്ച് ഹോഗ തേരെ കരം സേ ഹോഗ, നിൻ്റെ ഔദാര്യം കൊണ്ട് നീ പ്രവർത്തിച്ചുകൊണ്ട് മാത്രം എല്ലാം. കുല്ലും മിന്നിന്തില്ല, സർവ്വം മുഴുവൻ അള്ളാഹുവിൽ നിന്നാണ്. അപ്പം നാം മനസ്സിലാക്കണം, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു മനുഷ്യരെ ആരോഗ്യമുള്ളവരാക്കി വളർത്താൻ, മനുഷ്യരെ നല്ല ശക്തരാക്കി വളർത്താൻ, നല്ല ആരോഗ്യമുള്ളവരാക്കി വളർത്താൻ, ഐക്യബോധമുള്ളവരാക്കി വളർത്താൻ, സത്യസന്ധന്മാരായി വളർത്താൻ അതിന് കുറേ ഭക്ഷണങ്ങൾ നൽകണം, അതിന് കുറേ പ്രവർത്തനങ്ങൾ നൽകണം. അതാണ് നോമ്പ് എന്ന് പറയുന്നത്, നിസ്കാരം എന്ന് പറയുന്നതൊക്കെ. നിസ്കാരത്തിൽ തന്നെ നിങ്ങൾ കണ്ടില്ലേ, അള്ളാഹു നമ്മൾക്ക് ഓരോ ആരാധന, ആ ആരാധനയിൽ എത്ര കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ഇപ്പം നിസ്കാരത്തിന് ആദ്യമായിട്ട് നിൽക്കുന്നു അല്ലേ, പിന്നെ റുക്കോയ് ചെയ്യുന്നു, പിന്നെ സുജൂദ് ചെയ്യുന്നു, പിന്നെ ഇരിക്കുന്നു, എന്തെല്ലാം രൂപങ്ങളുണ്ട്. ചില രാജ്യത്ത് ചിലപ്പോൾ ഈ പെരുന്നാൾ നിസ്കാരത്തിനൊക്കെ നാനാ മതക്കാരും പ്രത്യേകിച്ച് കോഴിക്കോടൊക്കെ വരാറുണ്ട്, ഈ കാണാൻ വേണ്ടി, സന്തോഷം കൊണ്ട് കാണാൻ വേണ്ടിയിട്ട്. അതിനെപ്പറ്റി പഠിക്കുകയും കുറേയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്ന മുസ്ലിം സുഹൃത്തുക്കളും പലവരും കാണാൻ വേണ്ടി വരുന്ന പതിവുണ്ട്. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ, അപ്പോൾ എത്രയും മനുഷ്യൻ ചിന്തിച്ച് വ്യായാമത്തിൽ എത്തിച്ചേരുന്നുണ്ട്. നിസ്കാരം അല്ലെങ്കിലും വേറെ എന്തെങ്കിലും എക്സർസൈസ് എന്നോ അല്ലെങ്കിൽ കവാത്ത് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളരിയെന്നോ എന്തോ പേര് പറയുന്നു, ഏതായാലും മനുഷ്യൻ്റെ ശരീരം ഇങ്ങനെ ഇളകിക്കൊണ്ടേയിരിക്കണം. ഇളകാതെ ഒരു സ്ഥലത്തിരുന്നാൽ അവന് പല രോഗവും ഉണ്ടാവും. അപ്പം നമ്മൾ നിർബന്ധിതരായിട്ട് നിസ്കരിക്കുമ്പോൾ ശരീരം ഇളകുന്നു. അപ്പോൾ ശരീരം ഇളകുന്ന ആരോഗ്യമുള്ള ഒരു വിഭാഗത്തെ ആക്കിയിട്ടാണ് മനുഷ്യരെ അള്ളാഹു തആല വളർത്തുന്നത്. അപ്പം അതുപോലെ തന്നെ ആരാധനയിൽ മനുഷ്യനെ അള്ളാഹു ഖുർആൻ പറയുന്നു, അൽഖദ് കറംനാ ബനി ആദം, ആദം സന്തതികൾ, അത് മനുഷ്യവർഗത്തെ നമ്മൾ ബഹുമാനിച്ചിരിക്കുന്നു. ലോകത്തുള്ള പടച്ചവൻ്റെ സർവ്വ സൃഷ്ടികളേക്കാൾ ഏറ്റവും അള്ളാഹു ഉത്തമന്മാരാക്കിയിട്ടുള്ളത് മനുഷ്യരെയാണ്. മനുഷ്യർക്ക് വേണ്ടിയാണ് എല്ലാം സൃഷ്ടിച്ചത്. ഖലഖലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവൻ തന്നെ നിങ്ങൾക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ ഒരാൾക്ക് തോന്നുന്നു, അങ്ങനെ ഭൂമിയിലുള്ള മുഴുവൻ തന്നെ പശുക്കൾക്കാണ് സൃഷ്ടിച്ചെന്ന് പറഞ്ഞൂടെ, ഭൂമിയിലുള്ള മുഴുവൻ തന്നെ പക്ഷികൾക്കാണ് സൃഷ്ടിച്ചതെന്ന് പറഞ്ഞൂടെ, ഭൂമിയിലുള്ള മുഴുവൻ തന്നെ പൂച്ചകൾക്ക് സൃഷ്ടിച്ചാന്ന് പറഞ്ഞൂടെ? അല്ല, ലോകത്തുള്ളത് മുഴുവൻ തന്നെ മനുഷ്യർക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ചിന്ത വേണം. എനിക്കെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ള, ഇനിയൊന്നും പഠിക്കേണ്ടയില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങൾ നോക്കൂ, ഒരു ഉദാഹരണം പറയട്ടെ. ലോകത്തുള്ള മനുഷ്യന്മാരെ മുഴുവനും തന്നെ ഒരുമിച്ച് കൂട്ടി ഒരു വലിയ പെട്ടിയിലിട്ട് കടലിൽ കൊണ്ടുപോയിട്ടെന്ന് വിചാരിക്കുക, പിന്നെ മനുഷ്യരേ ഇല്ല. എന്നാൽ ഇവിടെ പശുക്കൾ ഉണ്ടാവില്ലേ? പശുക്കൾ ഉണ്ടാവും. കാരണം പശുക്കൾക്ക് ജീവിക്കാൻ മനുഷ്യൻ്റെ ആവശ്യമില്ല, ആനകൾക്ക് ജീവിക്കാൻ മനുഷ്യൻ്റെ ആവശ്യമില്ല, പൂച്ചകൾക്ക് ജീവിക്കാൻ മനുഷ്യൻ്റെ ആവശ്യമില്ല, പക്ഷികൾക്ക് ജീവിക്കാൻ മനുഷ്യൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? പക്ഷികളിവിടെ ജീവിക്കും, ആനകളും ജീവിക്കും, എല്ലാം ജീവിക്കും. അതേ സന്ദർഭത്തിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, മനുഷ്യരെ കൊണ്ടിട്ടാൽ മറ്റുള്ളവർക്ക് ജീവിക്കാം. എന്നാൽ മറ്റുള്ള മനുഷ്യർ മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇവിടെ മനുഷ്യരേ ഉള്ളൂ. എന്നാൽ മനുഷ്യൻ ജീവിക്കാൻ കഴിയുമോ? ജീവിക്കാൻ കഴിയില്ല. മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ മൃഗങ്ങൾ ആവശ്യമാണ്, മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ പക്ഷികൾ ആവശ്യമാണ്, മനുഷ്യർക്ക് ജീവിക്കണമെങ്കിൽ നാനാ ജന്തുക്കളെയും പലതിനെയും മനുഷ്യർക്ക് ആവശ്യമാണ്. എന്നാൽ മറ്റ് ജന്തുക്കൾക്കൊന്നും ജീവിക്കാൻ മനുഷ്യനാവശ്യമില്ല. മറ്റ് ജന്തുക്കൾക്ക് ജീവിക്കാൻ പുല്ലുകളോ അല്ലെങ്കിൽ അതുപോലത്തെ സംഗതികളോ പിന്നെ അതുപോലത്തെ വസ്തുക്കളോ ഒക്കെ ഉണ്ടായാൽ മതി. മനുഷ്യനെ വേണ്ട. പക്ഷെ മനുഷ്യർക്ക് ജീവിക്കാനോ ഇവയൊക്കെ വേണം. മനുഷ്യർക്ക് ജീവിക്കാൻ ഇവയൊക്കെ വേണം. അതാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് ഇത് മുഴുവൻ സൃഷ്ടിച്ചിട്ടുള്ളത്. മറ്റുള്ള ജന്തുക്കൾ സ്കൂളിൽ പോയി എന്തോ പഠിക്കുന്നുണ്ടോ? കോളേജിൽ പോകുന്നുണ്ടോ? ഇല്ല. ഇവരെ സംബന്ധിച്ച് മുഴുവൻ തന്നെ പഠിക്കുന്നതാരാണ്? മനുഷ്യരാണ്. അതാണ് വലഖദ് കറംനാ ബനി ആദം, ആദമിൻ്റെ സന്താനങ്ങളെ നമ്മൾ ബഹുമാനിച്ചു. മനുഷ്യരെയാണ് നമ്മൾ ഏറ്റവും അധികം ബഹുമാനിച്ചത്. മനുഷ്യരാണ് ലോകത്തുള്ള സർവ്വ സൃഷ്ടികളെ സംബന്ധിച്ചും പഠിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യരാണ് ഏറ്റവും ഉത്തമൻ. അപ്പോൾ ഇവിടെ കൊതുകുകളും പൂച്ചകളും എലികളും പശുക്കളും കുറേ കാലം ജീവിക്കുന്നു, ചത്തുപോകുന്നു. അതുപോലെ മനുഷ്യന്മാരും കുറേ കാലം ജീവിക്കുന്നു, ചത്തുപോകുന്നു എന്ന് മനസ്സിലാക്കരുത്. മനുഷ്യരും മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ ഒരുപോലെയല്ല, അവർക്കൊക്കെ വ്യത്യാസമുണ്ട്. മനുഷ്യർക്ക് വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ടും അവസാനിപ്പിച്ചില്ല. മനുഷ്യരെ അള്ളാഹു ആരോഗ്യമുള്ളവരാക്കുന്നു, അതിനുവേണ്ടി നോമ്പ് നൽകുന്നു. മനുഷ്യരെ അതുപോലെ തന്നെ ഐക്യത്തോടെ വളർത്താൻ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഐക്യമുണ്ടാക്കുന്നു. ഒരു
എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടണം എന്ന് പറയുന്നു പള്ളിയിൽ 5 നേരം. മനസ്സിലായി? എന്നിട്ട് എന്താ കാട്ടിക്കൂട്ടുന്നത്? പടച്ചവൻ സൃഷ്ടിച്ച എന്തെല്ലാം ജന്തുക്കളും രൂപങ്ങളും ഉണ്ടോ അതിൻ്റെയൊക്കെ രൂപങ്ങൾ കാണിക്കുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഇവിടെയുള്ള തെങ്ങുകൾ, മരങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നിന്നിട്ടാണ് പടച്ചവൻ ചെയ്യുന്നത്. നിൽക്കുക. യുസബ്ബിഹുലില്ലാഹി മാ ഫിസ് സമാവാതി വ മാ ഫിൽ അർളി. ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. മനസ്സിലായി? അപ്പോൾ എല്ലാം നിൽക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പം നമ്മൾ നിസ്കാരത്തിന് ആദ്യമായിട്ട് നിൽക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ സസ്യങ്ങളുടെ ആരാധനയുടെ ഒരു രൂപം നമ്മൾ കാണിച്ചു. അതേ രൂപത്തിൽ പടച്ചവൻ ഈ കാണുന്ന മൃഗങ്ങളെ, ആനയാവട്ടെ, പശുവാവട്ടെ, അതുപോലെ തന്നെ ആടുകളാവട്ടെ, ഇവയൊക്കെ സൃഷ്ടിച്ചത് റുക്കോയിൻ്റെ രൂപത്തിൽ, ഇങ്ങനെ കുനിഞ്ഞു നിൽക്കുന്ന രൂപം. അവരൊരിക്കലും നേരില്ല, അങ്ങനെ തന്നെ കുനിഞ്ഞുകൊണ്ട് തന്നെ ഉള്ളത്. അപ്പം നിസ്കാരത്തിൽ റുക്കോയ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രൂപം അവയുടെ ആരാധനയുടെ രൂപമാണ്. അതുപോലെ തന്നെ ഈ ലോകത്തുള്ള മലകളെയൊക്കെ സൃഷ്ടിച്ചുള്ള ഇരിക്കുന്ന രൂപത്തിൽ, അവിടെ ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തിലാണ് മലകളൊക്കെ ഉള്ളത്. അപ്പോൾ നിസ്കാരത്തിൽ ഇരിക്കലുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവിടെയുള്ള ഉരകങ്ങളെ അള്ളാഹു സൃഷ്ടിച്ച പാമ്പിനെയും മറ്റും സൃഷ്ടിച്ചിട്ടുള്ളത് ഇങ്ങനെ തല നിലത്ത് തട്ടിയ മാതിരി നടക്കുക. അതാണ് നിസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള എല്ലാ തരം ജീവജാലങ്ങളുടെ രൂപങ്ങൾ നിസ്കാരത്തിൻ്റെ രൂപങ്ങളിൽ വന്നു. ആ രൂപങ്ങളൊക്കെ പടച്ചവൻ നമ്മളെ കൊണ്ട് കാണിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയാത്ത, അവരുടെ വേഷത്തിൽ വന്നാൽ കാണാൻ കഴിയാത്ത, നമ്മുടെ വേഷത്തിൽ വന്നാൽ കാണാൻ കഴിയുന്ന മലക്കുകൾ. ആ മലക്കുകളെ അള്ളാഹു തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കൂട്ടം മലക്കുകൾ അവർ നിൽക്കുകയാണ്. അവരെ സൃഷ്ടിച്ചത് മുതൽ അവർ മരിക്കുന്നവരെ അവർ നിൽക്കുകയാണ് ചെയ്യുക. നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കുന്നു, ആരാധന ചെയ്യുന്നു. വേറൊരു ഭാഗം മലക്കുകൾ അവർ റുക്കൂഇലാണ്, അവരിങ്ങനെ വളഞ്ഞു നിൽക്കുന്നു. അവരെ സൃഷ്ടിച്ചത് മുതൽ അവർ മരിച്ചു പോകുന്നത് വരെ ആ നൃത്തത്തിൽ നിന്ന് അവർക്ക് യാതൊരു വ്യത്യാസവുമില്ല. വേറൊരു കൂട്ടം മലക്കുകൾ ഇരിക്കുകയാണ്, വേറെ കൂട്ടർ എഴുത്തിദാലി, ഇങ്ങനെ പല രൂപത്തിലാണുള്ളത്. എന്നാൽ ഈ നിസ്കാരത്തിൽ ആ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ എല്ലാ രൂപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പടച്ചിരിക്കുകയാണ്. ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുകയും അതോടുകൂടി അവന് ആരോഗ്യം നൽകുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുകയും ചെയ്യുന്നു. എപ്പോഴും മനുഷ്യൻ ഇളകണം, അതുപോലെ തന്നെ ഐക്യം വേണം. അപ്പോൾ എല്ലാവരും തൊഴിലാളിയാവട്ടെ, മുതലാളിയാവട്ടെ, രാജാവാവട്ടെ, ഭരണാധികാരിയാവട്ടെ, തോളോട് തോൾ ഉരമി നിൽക്കുകയാണ് ചെയ്യുന്നത്. നിസ്കരിക്കാൻ എല്ലാവരും നിൽക്കുന്നു. അതുപോലെ ചിലപ്പം ബാക്കിൽ നിൽക്കുന്നത് ആരായിരിക്കും? വലിയ ഭരണാധികാരികളാണ്. അപ്പോൾ ഇസ്ലാമിൽ താണജാതി, മുന്തിയജാതി, അല്ലെങ്കിൽ അവൻ താണവൻ മുന്തിയവൻ എന്നുള്ള കണക്കൊന്നുമില്ല. എല്ലാവരും അതല്ലേ. മുമ്പ് കുത്തബുദ്ദീൻ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഗോറിയുടെ അടിമയാണ് ഞാൻ. ചിലപ്പോൾ മുഹമ്മദ് ഗോറിയുടെ കിരീടം വെക്കുന്ന തല എൻ്റെ കാലിൻ്റെ അടിയിൽ പെട്ടുപോകാറുണ്ട് നിസ്കാരത്തിൽ എന്ന്. കാരണം അയാൾ ബാക്കിലായിരിക്കും, ഇയാളെ ഒറ്റ ഇരിക്കുന്നുണ്ടോ, അപ്പോൾ ചിലപ്പോൾ അയാളെ തല്ലിൻ്റെ മുകളിൽ ചില സന്ദർഭത്തിൽ. എന്നാലും ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. ഇങ്ങനെ പടച്ചവൻ പ്രായോഗികമായിട്ട് തന്നെ കാണിച്ചു കൊടുക്കുക. അപ്പം മനുഷ്യന്മാർ ചിന്തിച്ചുകൊണ്ട് ഐക്യമുണ്ടാക്കാനും മറ്റും പല രൂപങ്ങൾ കാണും. എന്നാൽ പടച്ചവൻ എത്രയോ കാലം മുമ്പ് തന്നെ ഐക്യത്തിൻ്റെ രൂപങ്ങൾ നിസ്കാരത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ചിലപ്പോൾ മനുഷ്യ ചങ്ങല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരം വരെ, കാസർഗോഡ് തിരുവനന്തപുരം വരെ നിൽക്കും, അല്ലെങ്കിൽ വേറെ ഏതോ സ്ഥലം വരെ നിൽക്കും. എന്തിന്? ഒരു ഐക്യം കാണിക്കാൻ നല്ല കാര്യമാണത്. എന്നാൽ ഈ രൂപത്തിൽ ഐക്യം കുറേ കാലം കഴിയുമ്പോഴാണ് ആ ഒരു ഐക്യം അതിനിങ്ങനെ ഒരു ചെറിയ രൂപം മനുഷ്യന് ചെയ്യാം എന്ന ഒരു രൂപത്തിലേക്ക് ചിന്തിച്ച് മനുഷ്യൻ എത്തുന്നത്. എന്നാൽ നിസ്കാരത്തിൽ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാ ദിവസവും 5 നേരം മനുഷ്യന്മാർ പള്ളിയിൽ പോയിട്ട് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു. കൊല്ലത്തിൽ ഒരു നിസ്കാരം, അതായത് ഹജ്ജ് എന്ന് പറയും. കൊല്ലത്തിൽ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്നു, സർവ്വ ആളുകളും ഐക്യം. അതുതന്നെ ലോകത്തുള്ള സർവ്വ ഭാഷക്കാരും ഒരു ഭാഷയിൽ ജനങ്ങളോട് പ്രസംഗിക്കുന്നു എല്ലാ സ്ഥലത്തും. അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഓരോ മഹല്ലിലും ജനങ്ങൾ ഒത്തുചേരുന്നു. വെള്ളിയാഴ്ച ജുമാ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഐക്യമുള്ള, ആരോഗ്യമുള്ള, സത്യസന്ധതയുള്ള നല്ല ഒരു തരം സൃഷ്ടികളെ വാർത്തെടുക്കുക. മുസ്ലിം എന്ന് പറയും അറബി ഭാഷയിൽ, അഥവാ അനുസരണം, അള്ളാഹുവിനോട് അനുസരണമുള്ളവർ എന്ന് പറയും. അങ്ങനെ അള്ളാഹു പറഞ്ഞതിനനുസരിച്ച് പാവങ്ങളെ സഹായിക്കുക. പാവങ്ങളെ സഹായിക്കുമ്പം അവിടെ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ജൂതനെന്നോ നോക്കരുത്, എല്ലാവരെയും സഹായിക്കണം. അയൽവാസികളെ സഹായിക്കുമ്പോഴും ജാതിമത ഭേദമന്യേ നോക്കാതെ എല്ലാവരെയും സഹായിക്കണം. ഇങ്ങനെ ഒരു ഉത്തമ സമുദായമായി
പ്രവർത്തനത്തിലൂടെ അള്ളാഹു താല മാറ്റി തരികയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ പടച്ചവന് മറഞ്ഞിരിക്കുകയാണ്, നമ്മൾക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അവൻ നമ്മളെ കാണുന്നു. അപ്പം ഞാൻ അവനെ കാണുന്നില്ലെങ്കിലും അവൻ എന്നെ കാണുന്നു എന്ന രൂപത്തിലാണ് ഇബാദത്ത് എടുക്കേണ്ടത്, ആരാധന ചെയ്യേണ്ടത്, ഏത് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അങ്ങനെയാണ് പടച്ചവൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അങ്ങനെ നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ മാസമായി കഴിഞ്ഞാൽ ധാരാളം ഖുർആൻ ഓതണം. ഷഹ്റു റമളാനില്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അള്ളാഹു പറയുന്നു ഖുർആൻ ഇറങ്ങിയത് ഈ റമളാൻ മാസത്തിലാണ്. അവിടെ പരിഭാഷ നോക്കിയൊന്നും മനസ്സിലാവില്ല, അതിൻ്റെ വിശദീകരണം ധാരാളം അറിയണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ ലൗഹുൽ മഹ്ഫൂസ് എന്ന ലോകത്തിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഒന്നായിട്ട് ഖുർആൻ ഇറക്കിയതാണ്. എന്നിട്ട് ഒന്നാം ആകാശത്തിൽ ബൈത്തുൽ ഇസ്സത്ത് എന്ന പള്ളിയിൽ അത് സൂക്ഷിച്ചു. പിന്നീട് 23 വർഷക്കാലം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുർആൻ നമ്മൾക്ക് ഇറക്കി തന്നു. അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്നാൽ ഖുർആൻ മാത്രമാണോ റമളാനിൽ ഇറക്കിയല്ല, ലോക മനുഷ്യ വിഭാഗത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടി ഏതെല്ലാം ഗ്രന്ഥങ്ങൾ പടച്ചവൻ ഇറക്കിയിട്ടുണ്ടോ ആ ഗ്രന്ഥങ്ങൾ മുഴുവൻ തന്നെ റമളാനിലാണ് ഇറക്കിയത്. ഓരോ കാലഘട്ടത്തിലും ഇവിടെ സത്യം നിലനിർത്തുവാനും അസത്യം എടുത്തു കളയാനും വന്നു എന്ന് ഏതൊരു ഭാഷ നോക്കിയാലും കാണാം. യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അതിജ്ഞാനസമന്ത് സംഭവാമി യുഗേ യുഗേ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഓരോ കാലഘട്ടത്തിലും സത്യം നിലനിർത്തുവാനും അസത്യം എടുത്തു മാറ്റാനും വേണ്ടിയിട്ട് പ്രവാചകന്മാർ വന്നു, വിഷ്ണു അവതരിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പ്രവാചകർ വന്നു എന്നർത്ഥം, മനസ്സിലായി? അതാണ് വലക്കത് ബഅസ്നാഫി കുല്ലി ഉമ്മത്തിൻ റസൂല, നമ്മൾ തീർച്ചയായിട്ടും അയച്ചിട്ടുണ്ട്. വലക്കത് ബഅസ്നാഫി കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമുദായത്തിലും നമ്മൾ പ്രവാചകനെ അയച്ചിട്ടുണ്ടെന്ന് ഖുർആനിൽ പറയുന്നു. അപ്പോൾ ഈ പ്രവാചകന്മാർ വന്നിട്ട് ഓരോ കാലത്തും നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. എല്ലാ കാലത്തും എല്ലാ പ്രവാചകന്മാരും ഒന്ന് തന്നെ, പടച്ചവനല്ലാതെ ഏകനായ അള്ളാഹു അല്ലാതെ ലോകത്ത് വേറെ ആരുമില്ല. ഞാൻ ഓർത്തു പോകുന്നു, മുമ്പൊരു വലിയ പ്രൊഫസർ എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ പടച്ചവൻ എപ്പോഴും ദിക്ർ ചെല്ലും. അപ്പോൾ അള്ളാഹു 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 എന്ന് പറയുമ്പോൾ ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി അള്ളാഹു എന്ന് എഴുതിയിട്ട് അവിടെ ഒരു കടലാസ് തൂക്കുക, എന്നിട്ട് അതിൻ്റെ മുകളിൽ നോക്കിയിട്ട് അള്ളാഹു 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 എന്ന് പറയുന്നത് എങ്ങനെ ശരിയാണ്? ഞാൻ പറഞ്ഞല്ല, അത് ക്രമേണ പിന്നെ നിങ്ങൾ ആ കടലാസ് തടിച്ച കടലാസാക്കി മാറ്റലാണ് ഉണ്ടാകുക. അങ്ങനെ പിന്നെ അതൊരു ഒരു ഒരു ബിംബാരാധനായി മാറ്റലായിരിക്കും ഉണ്ടാകുക. ഇസ്ലാമിക വിശ്വാസത്തിൽ ഈ ബിംബാരാധന ഇല്ലല്ലോ. ചെയ്യുന്നവർ ചെയ്തോട്ടെ, ലിക്കും ദീനിക്കും ഇല്ല. നമുക്ക് നമ്മളെ മതം മറ്റുള്ളവർക്ക് വരെ മതമൊന്നുമല്ലേ. ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ യാതൊരു നിർബന്ധവും ഇല്ല. സത്യം അസത്യം പറഞ്ഞു കൊടുക്കുക, വേണമെങ്കിൽ വന്നോട്ടെ, അല്ല വേണ്ട. ആരെങ്കിലും കുറച്ച് പൈസയും കൊടുത്ത് ഒരാളെ ഇസ്ലാമിലേക്ക് കൂട്ടിയാൽ മുസ്ലിം ആവും? ഒരിക്കലും മുസ്ലിം ആവില്ല, മനസ്സിലായി? അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി ചൊല്ലിയാലും ഒരാൾ മുസ്ലിമൊന്നും ആവില്ല. മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഒഴിവാക്കി പറഞ്ഞാലേ മുസ്ലിം ആവുള്ളൂ. അല്ലാതെ പൈസ കൊടുത്താലും മുസ്ലിം ആകുമോ? വേറെ പിന്നെ എന്തായാലും ഒരാൾ മുസ്ലിം ആവുകയില്ല. മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കണം. നമ്മളെയൊക്കെ അള്ളാഹു നല്ല സത്യ വഴിയിലാക്കി തെരുമാറാകട്ടെ. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ മാസത്തിന് ഒരുപാട് പവിത്രതയുണ്ട്, മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെയാണ് ഈ മാസത്തിലുള്ള പവിത്രത, എന്തൊക്കെ കാര്യങ്ങൾ അള്ളാഹു നമുക്ക് വെച്ചിട്ടുണ്ട്? പടച്ചവൻ പറയുന്നു, പിന്നെ ഈ നോമ്പ് നമ്മൾ നോൽക്കുകയും ഖുർആൻ ഓതുകയും ചെയ്യുക. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റമളാൻ മാസത്തിൽ 60 ഖത്തം തീർത്തിരുന്നു. ഖുർആൻ മുഴുവനും 2 പ്രാവശ്യം ഓതുന്നു ഒരു ദിവസം, മനസ്സിലായോ? നമുക്ക് അത്ഭുതമായിട്ട് തോന്നും. ഒക്കെ ബൈ ഹാർട്ടാണ്, അതെന്നെ അവർക്ക് പണി. എല്ലാ ജോലിയും അങ്ങ് ഒഴിവാക്കിയിട്ട് ഒരു ഇരുത്തങ്ങിരിക്കും അതിനായിട്ട്. അങ്ങനെ ഖുർആൻ ഓതിയിരുന്നു. അങ്ങനെ ഇപ്പോൾ നമുക്ക് കഴിയില്ല, കഴിയുമ്പോൾ ഓതുക. അങ്ങനെ നമ്മൾ ഓതിയ അല്ല സിയാമു വൽ ഖുർആൻ യശ്ഫഅനി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നോമ്പ് എന്ന് പറയുന്നതും ഖുർആൻ എന്ന് പറയുന്നത് യശ്ഫഅനി, അത് ശിഫാർശ ചെയ്യും, റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ലിൽ അബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഓരോ മനുഷ്യനിക്ക് വേണ്ടിയിട്ട് അവൻ നോമ്പ് നോറ്റവനാണെങ്കിലും ഖുർആൻ ഓതിയവനാണെങ്കിലും ശിഫാർശ ചെയ്യും, റെക്കമെൻഡ് ചെയ്യും, സഹായിക്കും.
അതുപോലെ നൗമുസായിമി ഇബാദത്തിന് ഒരാൾ നോമ്പ് നോറ്റിട്ട് ഉറങ്ങുകയാണെന്നാൽ അതും ആരാധനയാണ്. വസുംതുഹു തസ്ബീഹുൻ, അവൻ സൈലൻ്റായിരിക്കുകയാണ്, ഒന്നും സംസാരിക്കുന്നില്ല, എന്നാൽ അത് അള്ളാഹു തസ്ബീഹാക്കിയിട്ടാണ് കണക്കിലെടുക്കുന്നത്. വദുആഉഹു മുസ്തജാബുൻ, അവൻ്റെ പ്രാർത്ഥന ഉത്തരം നൽകപ്പെടുന്നതാണ്. വഅമലുഹു മുളാഇഫുൻ, അവൻ്റെ പ്രവർത്തനങ്ങൾ ഇരട്ടിയാക്കപ്പെടുന്നതാണ്. വദംബുഹു മഗ്ഫൂറുൻ, അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു തആല പൊറുക്കുന്നതാണ് എന്നാണ് സർവ്വലോക രക്ഷിതാവായ അള്ളാഹു നമ്മൾക്ക് റസൂലിനെ ഉപയോഗിച്ച് പഠിപ്പിക്കുന്നത്. മാത്രമല്ല റസൂൽ പറയുന്നു, സൂമൂ തസിഹു, നിങ്ങൾ നോമ്പ് നോൽക്കുക, നിങ്ങൾ ആരോഗ്യവാന്മാരാകും. നിങ്ങൾ നോമ്പ് നോൽക്കുക, എന്നാൽ നിങ്ങൾ എന്താകും? ആരോഗ്യവാന്മാരാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഖിയാമത്ത് നാളിൽ ചില അത്ഭുതങ്ങൾ. ഖിയാമത്ത് നാളിൽ അഥവാ അവസാന നാളിൽ നമ്മുടെ നന്മയും തിന്മയും ഒക്കെ നോക്കുമല്ലോ, തൂക്കി നോക്കുമല്ലോ. എങ്ങനെയാണ് തൂക്കുക? അതിനനുസരിച്ച് തുലാസമുണ്ട്. പഴയ കാലത്ത് വിചാരിക്കും ഈ കോമൺ ബാലൻസ് ഉപയോഗിച്ച് തൂക്കലാണ്, പിന്നെ വിചാരിക്കും അതിന് അടുത്തിങ്ങനെ നിന്നാൽ ഇത്ര അക്കം കാണുക. ഏതായാലും അള്ളാഹു അത് തൂക്കി കണക്കാക്കും, നമ്മുടെ നന്മയും തിന്മയൊക്കെ. ആ സമയത്ത് അതിനൊക്കെ പ്രവർത്തിക്കാനായിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ടാകും. അപ്പോൾ കുറേ മനുഷ്യന്മാർ, ഇവരൊക്കെ മലക്കുകൾക്കറിയാം ഇവർ ദോഷം ചെയ്തവരും മറ്റും മറിച്ചുമൊക്കെയാണെന്ന്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല അവരെയൊക്കെ സ്വർഗത്തിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ മലക്കുകൾ ചോദിക്കും, അല്ല അള്ളാഹുവേ, ഇവരൊക്കെ ദോഷം ചെയ്തവരല്ലേ? അള്ളാഹു ഇവരെ കയ്യിൽ ചില ഏടുകൾ, ഗ്രന്ഥങ്ങൾ കൊടുക്കും. എന്നിട്ട് അവരോട് പറയൂ, ഈ ഗ്രന്ഥങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമെന്ന്. പതുക്കെ രഹസ്യമായിട്ട് വായിച്ചാൽ മതി. കൊടാന ജനങ്ങളുണ്ടല്ലോ, ആരും കേൾക്കണ്ട, രഹസ്യമായിട്ട് നോക്കൂ. ഇതൊക്കെ നിങ്ങൾ ചെയ്ത തെറ്റല്ലേ, ഇതൊക്കെ നിങ്ങളെ ചെയ്ത തെറ്റല്ലേ, രഹസ്യമായിട്ട് നോക്കൂ. ഞാൻ ആരെയും ഇത് പരസ്യപ്പെടുത്തുന്നില്ല, നിങ്ങളെ ഞാൻ നരകത്തിലിടുകയും ചെയ്യുന്നില്ല. അപ്പം മലക്കുകൾക്ക് വലിയ അത്ഭുതമായി. മലക്കുകൾ ചോദിച്ചു, അല്ല പടച്ചവനെ, നിനക്ക് എതിരിൽ പ്രവർത്തിച്ചാൽ നീ നരകത്തിലിടും, ശിക്ഷിക്കുമെന്നല്ലേ? എന്നാൽ അവരെ ശിക്ഷയൊക്കെ കഴിഞ്ഞുപോയി, അവരെ തീയിലിട്ട് ശിക്ഷിക്കുക എന്നുള്ള സംഗതിയൊക്കെ കഴിഞ്ഞുപോയി. മലക്കുകളെ, ഇവരാരാണെന്നറിയുമോ? ഇവരോട് ഞാൻ റമളാൻ മാസത്തിൽ നോമ്പ് നോൽക്കാൻ പറഞ്ഞപ്പോൾ അവർ നോമ്പ് നോറ്റു. അവർ എനിക്ക് വേണ്ടി വിശപ്പ് സഹിച്ചു, എനിക്ക് വേണ്ടി അവർ ദാഹം സഹിച്ചു. ഞാൻ പറഞ്ഞ ഒറ്റ കാരണത്താൽ അവരുടെ യുക്തിയൊന്നും അവരവിടെ നോക്കിയില്ല. എന്തിനാ ഈ പട്ടിണിട്ട്, എന്തിനാണ് പടച്ചവനിക്ക് എന്ത് കാര്യമുള്ളത് കുറേ പട്ടിണിട്ടുകൊണ്ട് എന്നൊന്നും അവർ ചിന്തിച്ചില്ല. അങ്ങനെ ചിന്തിച്ചവരും പറയുന്നവരെത്രയോ ഉണ്ട്, എത്രയോ ആളുകളുണ്ട്. എന്തിനാ ഇങ്ങനെ കുറേ പട്ടിണിട്ടുന്നത്, കഷ്ടം എന്ന് പറയുന്നവരുണ്ട്. എല്ലാ കാലത്തും ഉണ്ടാവും അത്, മനസ്സിലായി. അത് അവർ വേണ്ടത്ര പഠിക്കില്ല, അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ അള്ളാഹു പറയും, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതനുസരിച്ചുകൊണ്ട് എൻ്റെ ഈ അടിമകൾ മുഴുവൻ ശ്രദ്ധിച്ചു, അത് കേട്ടു. അതുകൊണ്ട് അവരെ ഭക്ഷണമാകുന്ന വിശപ്പാകുന്നതായ ദാഹമാകുന്ന തീ കൊണ്ട് അതെല്ലാം ഞാൻ കരിച്ചു കഴിഞ്ഞു. അവരുടെ ദോഷങ്ങളെല്ലാം കരിച്ചു. ഇനി ഒരു കരിക്കൽ വേണ്ട, ഇനി ഇവരെ പിടിച്ച് നരകത്തിലിടണ്ട. ഭൂമിയിൽ നിന്ന് റമളാൻ മാസത്തിൽ അവർ വിശപ്പ് സഹിച്ചു, അത് തന്നെയായിരുന്നു നരകം. അവർ ദാഹം സഹിച്ചു, അതല്ല അവരെ നരകത്തിലിട്ടില്ല ഞാൻ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് അവരതെല്ലാം സഹിച്ചതിൻ്റെ പേരിൽ ഇവരൊന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകൂ. അപ്പോൾ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, മനസ്സിലായി. മാത്രമല്ല അള്ളാഹുവിൻ്റെ റസൂൽ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു, എപ്പോഴും നിങ്ങൾ ഏറ്റവും വലിയ ദിക്ർ ഖുർആൻ ഓതലാണ്. അള്ളാഹുവിനോട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ദ്വാരക്കാനുണ്ട്, പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥിക്കുന്ന നേരവും കൂടി നിങ്ങൾ ഖുർആൻ ഓതാൻ ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കാൻ വിചാരിച്ചത്, ദ്വാരക്കാൻ വിചാരിച്ചത്, അത് ഞാൻ കണ്ടറിഞ്ഞുകൊണ്ട് ഞാൻ അതിനൊക്കെ പ്രതിഫലം തരും. നിങ്ങൾ എന്നോട് ചോദിക്കാതെ തന്നെ ഞാൻ പ്രതിഫലം തരും. അപ്പോൾ അതിനെന്ത് ചെയ്യുക? ദ്വാരക്കേണ്ട ആ സമയത്തും കൂടി ഖുർആൻ ഓതുക എന്നർത്ഥം. അതുകൊണ്ടാണ് ഉള്ള ടൈം മുഴുവൻ ഖുർആൻ ഓത്തോതിയത്. ആര്? ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, ഇവർക്ക് വലിയ മഹാന്മാരാണ്. ചിലവർ വിചാരം അവരിങ്ങനെ പള്ളി കുത്തിരിക്കലാണ്. അല്ല, മാലിക് റളിയല്ലാഹു അൻഹു വലിയ ഹോൾസെയിൽ ബിസിനസ്സിൻ്റെ ആളായിരുന്നു. വമ്പിച്ച പട്ട് കച്ചവടം, ഡ്രസ്സിൻ്റെ കച്ചവടമൊക്കെ ചെയ്ത ആളാണ് മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ചരിത്രം വെച്ച് അത്ഭുതപ്പെട്ടു. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഹാപണ്ഡിതനാണ്. അക്കാലത്തെ ഏറ്റവും വലിയ ബോക്സിംഗ് ചാമ്പ്യനാണ്, വലിയ അഭ്യാസിയാണ്. ബോക്സിംഗ് ചാമ്പ്യനാണ്, അഭ്യാസിയാണ്. അദ്ദേഹം അമ്പെയ്താൽ എവിടെയാണ് അവിടെ ചെന്ന് കൊള്ളും. വലിയ മനഃശാസ്ത്ര വിദഗ്ധനാണ്. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ആ കാലത്തുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ നിന്ന്, പഠന കേന്ദ്രങ്ങളിൽ നിന്ന്
മനഃശാസ്ത്രം പഠിച്ച ആളാണ്. ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് അയാളുടെ അവസ്ഥ എന്താ, അയാളുടെ സ്ഥിതി എന്തൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന മഹാനായിരുന്നു ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എല്ലാവർക്കും നല്ല ജോലിയും കാര്യവും ഉണ്ടായിരുന്നു. അതേ സന്ദർഭത്തിൽ അവർ വലിയ പണ്ഡിതന്മാരുമായിരുന്നു. അവർ പഠിക്കാത്തൊരു അറിവുമില്ല. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് പഠനം നടത്തിയവരാണ്. ആ കാലത്തുള്ള നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അവരോടെല്ലാം സംസാരിച്ച ആളുകളാണ്. എന്നിട്ട് അവരൊക്കെ ശരിയായ രൂപത്തിലുള്ള ഈ വിശ്വാസിയായി ജീവിക്കുകയും നല്ല നിലയിൽ മരിക്കുകയും ചെയ്തതായ വ്യക്തികളാണ് ഇവരെല്ലാം. അപ്പോൾ അവരെപ്പോഴും ഖുർആൻ ഓതിയിരുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതായിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ചെയ്യുന്നത്. പിന്നെ റമദാനിൻ്റെ പ്രത്യേകതയാണ് തറാവീഹ് നിസ്കാരം 20 റക്അത്ത് നിസ്കരിക്കണം. അപ്പോൾ 2-3 ദിവസം മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ടുള്ളൂ. അപ്പോഴത്തിന് ജനങ്ങൾ ആവേശത്തോടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രസംഗവും കാര്യവും റമദാൻ്റെ പവിത്രതയും പരിശുദ്ധതയും ഒക്കെ അവിടെ പറഞ്ഞപ്പോഴത്തേന് ജനങ്ങൾ നിറയാൻ തുടങ്ങി. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെടുന്നു, നിങ്ങളുടെ ഈ തിക്കും തിരക്കും റഷും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പടച്ചവൻ ഇത് നിങ്ങൾക്ക് ഫർളാക്കുമോ, നിർബന്ധമാക്കുമോ എന്ന്. അങ്ങനെ പിന്നെ എല്ലാവരും വീട്ടിൽ നിന്ന് അവിടുന്ന് ഇവിടുന്ന് നിസ്കരിക്കലായി. മനസ്സിലായോ? പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഇമാമിൻ്റെ കീഴിലാക്കി മാറ്റുകയുണ്ടായി. അപ്പോൾ സഹാബികളെല്ലാം അത് സ്വീകരിച്ചു. കാരണം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ഫഅലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ മിൻ ബഅദി അല്ലു അലൈഹാ ബിൻ നവാജിദി. നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, അതുപോലെ തന്നെ എൻ്റെ ഹിദായത്തുള്ള സന്മാർഗികളായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ അവരുടെ ചര്യയും നിങ്ങൾ എന്ത് ചെയ്യണം, മുറുകെ പിടിക്കണം എൻ്റെ ശേഷം. മാത്രമല്ല അല്ലു അലിഹ ബിൻ നവാജിദി, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ നിയമങ്ങൾ കടിച്ചു പിടിക്കുക എന്നല്ല, ആ നിയമങ്ങൾ നിർബന്ധമായി അനുഷ്ഠിച്ചേ തീരൂ. മാത്രമല്ല വേറെയും പ്രത്യേകമായിട്ട് പറഞ്ഞു, എൻ്റെ ശേഷം പുതുതായ ചില സംഗതികളുണ്ടാവും. ആ സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത് അത് നിങ്ങൾ സ്വീകരിക്കും. സതുഹദസ് ബഅദി അഷ്യാ വഹിബ്ബുഹ ഇലിയ അൻ തൽസമ മാ ഹദസ ഉമർ. ഞാനൊരിക്കൽ ഒരു വലിയ പണ്ഡിതനോട് പറഞ്ഞു, തറാവി 20 നിസ്കാരം പിന്നെ 2 ഇമാമിൻ്റെ കീഴിലായിട്ട്, അതായത് പുരുഷന്മാരെല്ലാം ഒരു ഇമാമിൻ്റെ കീഴിലും സ്ത്രീകളെല്ലാം മറ്റൊരു ഇമാമിൻ്റെ കീഴിലുമായിട്ട് സംഘടിപ്പിച്ചത് ആരാണ്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണല്ലോ. അപ്പോൾ എൻ്റെ ശേഷം ചില പുതുതായ കാര്യങ്ങൾ വരും. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താണോ പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ചോളൂ എന്നൊരു ഹദീസ് ഉണ്ടല്ലോ. അപ്പോൾ അയാൾ പറഞ്ഞു, അങ്ങനെ ഒരു ഹദീസ് ലോകത്തില്ല, അങ്ങനെ ഒരു ഹദീസേ ലോകത്തില്ല എന്ന് പറഞ്ഞു. ഉണ്ടല്ലോ, അങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല, അങ്ങനെ ഒരു ഹദീസില്ല, മൗലുവായിരിക്കും, ഇല്ലാത്ത ഹദീസായിരിക്കും, അങ്ങനെ ഒരു ഹദീസ്ക്ക് ഒരു കിതാബിലും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മൗലുവായിട്ടായിരിക്കും. ഇല്ല, അങ്ങനെ ഹദീസില്ല. ഏത് സ്ഥിതിയിൽ? എൻ്റെ അടുത്ത് ആ കിതാബുണ്ട്, എൻ്റെ ബാഗിലുണ്ട്. ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം അയാൾക്കത് കൊടുക്കേണ്ടി വരും. പിന്നെ അത് തിരിച്ച് കിട്ടണമെങ്കിൽ, അയാൾ വലിയ അറിയപ്പെടുന്ന വലിയൊരു മഹാപണ്ഡിതനാണ്, അത് കിട്ടണമെങ്കിൽ പിന്നെ വഹദും ബദറും യുദ്ധവും എല്ലാം നടത്തേണ്ടി വരും, അല്ലാണ്ട് പെട്ടെന്ന് കിട്ടില്ല. എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് ഞാൻ വേഗം മിണ്ടാതെന്നു. എന്നാൽ ഹദീസിൽ അങ്ങനെ ഉണ്ട്, മനസ്സിലായോ? എൻ്റെ ശേഷം ചില പുതുതായി ചില സംഗതികൾ ഉണ്ടാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് നിങ്ങൾ ചെയ്തോളൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്, മനസ്സിലായോ? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ ഇമാമത്ത് ഉണ്ടാക്കി. പിന്നെ തറാവീൻ്റെ 20 റക്അത്തായിട്ട്. പിന്നെ ആരെ ഇമാമാക്കിയിട്ട് ഉബയ്യ് ബിൻ കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ. പിന്നെ സുലൈമാൻ ബിൻ അബി ഹസ്മ എന്ന് പറയുന്ന ആളുടെ കീഴിൽ സ്ത്രീകൾക്കും ജമാഅത്താക്കി. അതല്ലേ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, നവ്വറല്ലാഹു ഖബ്റ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖബറിനെ അല്ലാഹു തആല പ്രകാശിപ്പിക്കട്ടെ, കമാ നവ്വറ മസാജിദന, നമ്മുടെ പള്ളിനെ ഉമർ റളിയല്ലാഹു അൻഹു പ്രകാശിപ്പിച്ചതുപോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്രക്കും എൻ്റെ ശേഷം ചില പുതുതായിട്ടുണ്ടാകും. അപ്പോൾ എന്താണോ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നത് ആ പുതുതാക്കി നിങ്ങൾ സ്വീകരിച്ചോ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സതുഹദസു ബഅദി അഷ്യാ, എൻ്റെ ശേഷം ചില പുതിയ സംഗതികളുണ്ടാവും. ഫഉഹിബ്ബുഹ ഇലിയ, അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് അൻ തൽസമ മാ അഹദസ ഉമർ,
എനിക്കിഷ്ടം ഉമർ റളിയല്ലാഹു അൻഹു നടപ്പിൽ വരുത്തിയ എന്താണോ അതാണ് എനിക്കിഷ്ടം. അപ്പോൾ 20 റക്അത്ത് നിസ്കരിച്ചായിട്ട് സഹാബികളൊക്കെ സഹബ് അതിനെ ശരിയാക്കിയിട്ടുണ്ട്. അവരെല്ലാം അതിനെ ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്. സഹാബികളൊക്കെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, സഹാബികളൊക്കെ അത്. അപ്പോൾ ഐക്യ കണ്ടേനെ 20 നിസ്കരിച്ചു എന്നർത്ഥം. എന്തെന്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മനസ്സിലായോ? അപ്പോൾ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ അതിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കുവാൻ, ധാരാളം അറിവുകൾ കരസ്ഥമാക്കാനും, 2 ലോകത്തും വിജയികളാകാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.